ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഗൂഗിൾ മൈ ബിസിനസ്സിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വെരിഫിക്കേഷൻ ചെയ്യാമെന്നുള്ളതാണ്. 2 വർഷം മുമ്പ് നമുക്കൊരു ഗൂഗിൾ മൈ ബിസിനസ്സിൻ്റെ വെരിഫിക്കേഷൻ വീഡിയോ ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഗൂഗിൾ മൈ ബിസിനസ്സിൽ എങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇതിൽ ലൈവായിട്ട് എങ്ങനെ വെരിഫൈ ചെയ്യാമെന്നുള്ളത് ഞാനതിൽ കാണിക്കുന്നില്ല. പക്ഷേ ഞാനൊരു എക്സാമ്പിൾ ഞാനതിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു 2 വർഷം മുമ്പ് വരെ നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ് വളരെ ഈസി ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു. അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം മുമ്പുള്ള പോലെയല്ല, ഇപ്പോൾ നമുക്ക് വീഡിയോ വെരിഫിക്കേഷൻ ചെയ്താലാണ് ഗൂഗിൾ മൈ ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വളരെ ഫേക്കായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം ഗൂഗിൾ നമ്മുടെ ഇന്ത്യയിൽ അത് കുറച്ച് രാജ്യങ്ങളിൽ ഇതുപോലുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് വെരിഫൈ ചെയ്യാം, ആ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പല ആളുകളും വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുമ്പോഴും ഫെയിലാവുന്ന പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് എങ്ങനെ ഇതിന് വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യും, ഇതെങ്ങനെയാണ് ചെയ്യുക, ഞാനിപ്പോൾ സിസ്റ്റത്തിലാണല്ലോ ചെയ്തിട്ടുള്ളത്, പിന്നെ അതെങ്ങനെ മൊബൈൽ വഴി നമ്മളിത് എങ്ങനെ വീഡിയോ വെരിഫൈ ചെയ്ത് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു സംശയം ഉണ്ടാവും. അതെങ്ങനെ ചെയ്യുക എന്നുള്ളതും ആ ചെയ്യേണ്ട സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്, നമ്മുടെ മൊബൈലിലാണെന്നുണ്ടെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, അതെല്ലാം എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് വിശദമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ആദ്യം ഒരു ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് തുടങ്ങാം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് എന്താണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്, അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതല്ല ലോക്കൽ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത്, സർവീസ് ബേസ്ഡ് ബിസിനസ് ആണെന്നുണ്ട്, അതായത് ഇപ്പോൾ നിങ്ങളൊരു പ്ലംബർ, ഇലക്ട്രീഷ്യന്, അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി തുടങ്ങിയിട്ടുള്ള കാറ്റഗറികളിലൊക്കെയുള്ള ഓൺലൈൻ ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൂന്നാമതായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഒരു ഫിസിക്കൽ ഓഫീസും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനൊക്കെ പറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിലേക്ക് വരാനൊക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ നിങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടാമതായുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓൺലൈൻ റീറ്റെയിൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഓൺലൈൻ സ്റ്റോറൊക്കെ റൺ ചെയ്യുന്നവർ, അവർക്ക് ഇങ്ങനെ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം അവരെല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടുള്ള ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ഈ ഫസ്റ്റിലുള്ള ഓപ്ഷനും ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സർവീസ് ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പ്ലംബർ, ഇലക്ട്രീഷ്യന്, ഓൺലൈൻ ടാക്സി, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റുള്ള ഓപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. തുടർന്ന് ഞാനിവിടെ ബിസിനസ് കാറ്റഗറി എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനത് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മെയിലിംഗ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ മോർ ഓപ്ഷനിലേക്ക് കഴിഞ്ഞാൽ വേറെ ഓപ്ഷനൊന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ഇമെയിൽ ID ആണോ നിങ്ങളുടെ അക്കൗണ്ട്, അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ഏത് ഇമെയിൽ ID ആണോ ഈ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഇമെയിൽ ID എന്നുള്ളത് കാണാൻ പറ്റും. ആ ഇമെയിൽ ID ആയിരിക്കണം നിങ്ങളുടെ മൊബൈലിൽ, ബ്രൗസറിലും അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പിലും ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ ഫോട്ടോസ് സൈഡിൽ ഡിസ്പ്ലേയിൽ കാണിക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് യുവർ ബിസിനസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തൊട്ടടുത്തുള്ള ബിസിനസ് ഏതാണോ ആ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം. അപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ബിസിനസ് ഇന്ന ഒരു സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തുള്ളതാണ് എന്നുള്ളവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഉള്ളത് ഷോ ബിസിനസ് നെയിം പ്രിൻറ്റഡ് ഓൺ ബിസിനസ് കാർഡ്, ലൈസൻസ് ഓർ വെഹിക്കിൾസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കാർഡ് പ്രിൻറ്റ് ചെയ്തിട്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താം,
അതല്ലാന്നുണ്ടെങ്കിൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലൈസൻസ് കിട്ടും. പിന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് നിങ്ങളുടെ വെഹിക്കിളാണ്. ഇപ്പോൾ ബ്രാൻഡ് ചെയ്തുള്ള വെഹിക്കിളായിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വെഹിക്കിളായിരിക്കണം. മൂന്നാമതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. എക്യുപ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബ്രാൻഡഡ് വെഹിക്കിൾസ് നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ അതിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്പർ പ്ലേറ്റും കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ വേണം വീഡിയോ ഉൾപ്പെടുത്താൻ കേട്ടോ. ഇപ്പോൾ വണ്ടിയൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും ആ വണ്ടീൻ്റെ മുകളിൽ ബ്രാൻഡ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന രീതിയിൽ വേണം വീഡിയോയിൽ കവർ ചെയ്യാൻ. അത് ഇവിടെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു QR കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്യണം. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ഇമെയിൽ ID, അതായത് ഈ രജിസ്റ്റർ ചെയ്തുള്ള ഇമെയിൽ ID ആയിരിക്കണം നിങ്ങളുടെ മൊബൈൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമെയിൽ ഐഡികളൊക്കെ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന ഇമെയിൽ ഐഡിയിലേക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കണം. അത് ആ പ്രൊഫൈൽ ബട്ടൺ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അത് ക്രോം ബ്രൗസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രൗസറിൻ്റെ ഉള്ളിൽ പ്രൊഫൈൽ ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്യാൻ പറ്റും മറ്റുള്ള ഏത് ഇമെയിൽ ഐ ആണുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്യുക. അതിന് മുമ്പ് വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ ഒരു പക്ഷേ നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെയും ചിലപ്പോൾ ഒരു പക്ഷേ മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ പോയിട്ട് ഗൂഗിൾ മാപ്പിലും പോയിട്ട് എന്ത് ചെയ്യുക, അക്കൗണ്ട് നിങ്ങൾ ജസ്റ്റ് സ്വിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുക, അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ സക്സസ് ആയിരിക്കും. ഒരു 90% പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില കേസുകൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഫിസിക്കൽ അഡ്രസ്സ് ഇല്ലാത്ത ഒരാൾ, അതായത് ഷോപ്പൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീട്ടിലാണ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സർവീസ് ബേസ് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഫ്ലെക്സ് അടിച്ചിട്ട് അത് നിങ്ങളുടെ വീട്ടിന് മുന്നിൽ ജസ്റ്റ് ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ റോഡിൻ്റെ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കുക. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങളെ ലാൻഡ് മാർക്കിലെയും തൊട്ടടുത്തുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പേരും കാര്യങ്ങളും പേരും സ്ഥലവും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ ഈ വീട്ടിലുള്ള നിങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പോലെ ഉണ്ടാവും. എന്നിട്ട് അതൊക്കെ അതിൽ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വണ്ടീൻ്റെ നമ്പറൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ കവർ ചെയ്യുക. എന്നിട്ട് വണ്ടീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുക. കൂടാതെ അതോടൊപ്പം തന്നെ ബിസിനസ് കാർഡും അതിലെന്ത് ചെയ്യുക, കാണുന്ന രീതിയിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ലൈസൻസ് നിങ്ങൾക്ക് ഉദ്യമാധാർ വളരെ ഈസി ആയിട്ട് എടുക്കും. ഉദ്യമാധാർ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വെരിഫിക്കേഷന് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത് എന്നുള്ളത്. അവർ മെയിൽ അയക്കും. 3 പ്രാവശ്യമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവരെ കോൺടാക്ട് ചെയ്താലേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, ബുദ്ധിമുട്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പം കൂടുതൽ കേസുകളിലും ഫസ്റ്റ് സെക്ഷനാണ് പല ആളുകൾക്കും ഫെയിലാവുക. ഇപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ലൈസൻസിൻ്റെ ഭാഗവും വണ്ടി ബ്രാൻഡ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ ആ ഫസ്റ്റിലുള്ള ലൊക്കേഷൻ കറക്റ്റ് അല്ല എന്നുകൊണ്ടായിരിക്കും പല ആളുകൾക്കും ഈ കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ നൈബർ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. കാരണം നൈബർ ബിസിനസ്സിൽ കൊടുത്തിട്ടുണ്ട്, അതായത് അവരുടെ ആ നെയിം ബോർഡിൽ അവർ പ്ലേസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ അവരെന്ത് ചെയ്യും, നോക്കിയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ കറക്റ്റാണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഫസ്റ്റിലുള്ള സെക്ഷനും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇനി എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സാമ്പിൾ വീഡിയോ നമുക്കൊന്ന് കാണാം.
ഒരു വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും